9 ഗോളുകൾ കണ്ട ത്രില്ലർ പോരാട്ടം. കളി കാണാത്തവർക്ക് നഷ്ടമായത് ഒരു വലിയ രാത്രിയിലെ ഒരു മഹാമത്സരത്തെയാണ്. ത്രില്ലറിൽ പിറന്ന 9 ഗോളുകൾക്ക് ഒടുക്കം വിജയം നിന്നത് ചുവപ്പ് അണിഞ്ഞ സ്പെയിനിനൊപ്പം. 9 ഗോളുകൾ കണ്ട പോരാട്ടം, 2 മിനിറ്റിനിടെ 3 ഗോൾ കണ്ട പോരാട്ടം. 5-1 പിന്നിൽ പോയ ഫ്രാൻസ് തിരിച്ചു വന്ന് 5-4 പോരാട്ടം. ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിൻ്റെ വക്കിൽ വരെ എത്തിയ ഫ്രാൻസിൻ്റെ ഉജ്ജ്വല പോരാട്ട വീര്യം. 17കാരനായ ലമിനെ യമാലിൻ്റെ മാജിക്കൽ ഷോ, എല്ലാം കൊണ്ടും നിറഞ്ഞാടിയ മറ്റൊരു പോരാട്ടം. പോർച്ചുഗലിനെതിരെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ സ്പെയിൻ തയ്യാറായിരിക്കും. മത്സരം തുടങ്ങി സ്പെയിനിൻ്റെ ആധിപത്യത്തോടു കൂടി തന്നെയാണ് മത്സരം ആരംഭിച്ചത്. മത്സരത്തിൻ്റെ 22-ാം മിനിറ്റിൽ യുവ സൂപ്പർ താരം വില്യംസൺ നേടിയ ഗോളിലൂടെ സ്പെയിൻ മുന്നിലെത്തി. 25-ാം മിനിറ്റിൽ വില്യംസിൻ്റെ അസിസ്റ്റിലൂടെ മെറീനോ നേടിയ ഗോളിലൂടെ ലീഡ് വർദ്ധിപ്പിച്ചു. ഇത് ഫ്രാൻസിനെതിരെ അനായാസം സ്പെയിനിൻ്റെ വിജയമാണോ എന്ന് പോലും തോന്നിപ്പിച്ച നിമിഷം. മത്സരത്തിൻ്റെ 2-ാം പകുതിയിൽ ലമിനെ യമാൽ ഷോയാണ് കണ്ടത്. 54-ാം മിനിറ്റിൽ തന്നെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി യമാൽ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ സ്കോർ ബോർഡിൽ 3-0. 1 മിനിറ്റ് ആകും മുമ്പ് പെഡ്രിയുടെ സൂപ്പർ മാജിക്കൽ ഗോളിലൂടെ 55-ാം മിനിറ്റിൽ വീണ്ടും സ്പെയിൻ വല കുലുക്കി. സ്കോർ ബോർഡ് 4-0. ഫ്രാൻസിൻ്റെ ഒരു വലിയ ദുരന്തം ആരാധകർ മുന്നിൽ കണ്ടു. മത്സരത്തിൻ്റെ 59-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി എംബാപ്പെ ഗോളാക്കിയതോടുകൂടി ഫ്രാൻസ് ഒരു ആശ്വാസ ഗോൾ കണ്ടെത്തി. മത്സരത്തിൻ്റെ 65-ാം മിനിറ്റിൽ വീണ്ടും സൂപ്പർ താരം യമാൽ ഗോളടിച്ചതോടുകൂടി സ്കോർ ബോർഡ് 5-1. പിന്നെ കണ്ടത് നമ്മൾ 2022 വേൾഡ് കപ്പ് ഫൈനലിൽ കണ്ടപ്പോഴുള്ളൊരു ഫ്രാൻസ് ആയിരുന്നു. തിരിച്ച് വീണ്ടും 3 ഗോളടിച്ച് സ്കോർ ബോർഡ് 5-4 എന്ന നിലയിലേക്ക് വരെ എത്തിക്കാൻ ഫ്രാൻസിനായി. പക്ഷേ പിന്നെ സമയമില്ലാത്തത് സ്പെയിനിന് ഭാഗ്യവും തുണച്ചു. മത്സരത്തിൽ 79-ാം മിനിറ്റിൽ ചെർക്കിയും 84-ാം മിനിറ്റിൽ വിവാന്റെ സെൽഫ് ഗോളും 93-ാം മിനിറ്റിൽ കോളമുവാനിയുമാണ് ഫ്രാൻസിനായി ഗോൾ കണ്ടെത്തിയത്. കളിയിലെ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ കണക്ക് പുസ്തകത്തിൽ ഇത്തവണ ആധിപത്യം പുലർത്തിയത് ഫ്രാൻസ് ആയിരുന്നു. എന്നാൽ ഗോൾ വല കൂടുതൽ ചലിപ്പിക്കാതെ സ്പെയിനിനു വേണ്ടി വിജയമൊരുക്കി കൊടുത്തത് ഗോൾ കീപ്പറായ സിമോൺ ആയിരുന്നു. എത്ര ഒട്ടനവധി സേവുകളാണ് അദ്ദേഹം നടത്തിയത്. ഒടുവിൽ ഫൈനൽ ഒരു ചുവപ്പണിഞ്ഞ കളിയായിരിക്കും പോർച്ചുഗലും സ്പെയിനും തമ്മിൽ.